പറയാൻ എനിക്ക് കഴിയും ഈ രണ്ടു വലിയ മഹാന്മാരെ സംബന്ധിച്ച്, രേഖാമൂലം പറയാൻ കഴിയും. ആശ്ചര്യപ്പെടുന്ന അനുഭവങ്ങൾ ഒന്ന് ഞാൻ പറയട്ടെ. അത് അവരുടെ മഹത്വം പറഞ്ഞുകൊണ്ട് പറയുകയല്ല, അള്ളാഹുവിന്റെ റസൂലിനോട് സങ്കടം പറഞ്ഞതിന് ഉദാഹരണം പറയുകയാണ്. അദ്ദേഹം പറയുന്നു, ഉള്ളാൾ തങ്ങൾ പാപ്പാന്റെ അടുത്ത് തങ്ങൾ പാപ്പ പറഞ്ഞു, ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞെങ്കിൽ ഓപ്പറേഷൻ ചെയ്താൽ നീ മരിച്ചു പോകടാ, ഓപ്പറേഷൻ ചെയ്യണ്ട. AP ഉസ്താദ് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ്ട. ഇദ്ദേഹം പേടിച്ചു പോയി. ഉള്ളാൾ തങ്ങളെ വാക്കാ ഡോക്ടറെ വാക്കാ നമുക്ക് വലിയത്. ഉള്ളാൾ തങ്ങളെന്താ? അത് ഇലാഹിയായ ലിസാനാണ്, ഇലാഹിയായ ലിസാനാണ്. കാസർഗോഡിൽ നിന്ന് ഒരു പണ്ഡിത വേഷധാരി പ്രസംഗിച്ചു. ഉള്ളാൾ തങ്ങളെ മുമ്പിൽ നിന്ന് എന്തോ പറഞ്ഞപ്പോ AP ഉസ്താദിന് കുറ്റം പറഞ്ഞപ്പോ ഉള്ളാൾ തങ്ങൾ ഇരിക്കടാന്ന് പറഞ്ഞു. ഇരിക്കടാന്ന് പറഞ്ഞപ്പോ അയാള് തങ്ങളോട് പറഞ്ഞു, തങ്ങൾ സ്റ്റേജിലാ രണ്ടു കൂട്ടരും കൂടി നടത്തുന്ന പരിപാടി, നിങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചതല്ലേ, നിങ്ങൾ ഞങ്ങളോട് ഇരിക്കാൻ പറയാൻ പാടില്ലല്ലോ, എന്നാ നിക്കടാന്ന് പറഞ്ഞു. അതന്നെ ആ നൃത്തം പിന്നെ അയാൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. നിക്കട ആ നൃത്തം ഇരിക്കാൻ കഴിയുന്നില്ല. കാല് വളഞ്ഞിട്ടല്ലേ തങ്ങളേ എന്ന് പറഞ്ഞ് കരഞ്ഞാണ് ഇരുന്നത്. എന്നാ ഇരിക്കുന്ന് പറഞ്ഞു. അപ്പൊ ഇരുന്നു. ആ നാവ് ലിസാനി ഇലാഹിയാണ്, ഇലാഹി ലിസാനാണത്. ആ നാവ് കൊണ്ട് ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞ് ചെയ്താൽ അപകടം തന്നെ എന്ന് മനസ്സിലാക്കി ഇദ്ദേഹം ചെയ്തില്ല. ഇത് അനുഭവിച്ച സഹോദരനാണ് എന്നോട് പറയുന്നത്. ഒരു പണ്ഡിതനും കൂടെയാണ്, ഒരു മദ്രസ മുഅല്ലിം. അദ്ദേഹം എന്റെ റൂമിൽ നിന്ന് എന്നോട് പറഞ്ഞ കഥയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ വീട്ടിൽ ഉള്ളാൾ തുപ്പാപ മന്ത്രിച്ച വെള്ളം, ആ വെള്ളം കുടിച്ചുകൊണ്ട് 2-2.5 മാസം കഴിഞ്ഞുകൂടി. വേദനയ്ക്ക് സമാധാനം വന്നു. ആദ്യത്തെ വേദനയൊന്നുമില്ല, ചെറിയൊരു പ്രയാസം, പിന്നെ അതും നിന്നു, റാഹത്ത് പോലെ തോന്നുന്നു. ഞാൻ 2.5 മാസം കഴിഞ്ഞ് ഈ റിപ്പോർട്ടുകളുമായി ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് ആ 2 സ്കാനും ഇന്ന് അയാളുടെ കയ്യിലുണ്ട്, സ്കാൻ റിപ്പോർട്ടുകളും. സഹോദരന്മാരെ, ആ സ്കാനിങ്ങുകളിൽ കിട്ടിയ 2 റിപ്പോർട്ടും അയാളുടെ കയ്യിൽ ഇന്നുണ്ട്. രണ്ടാമത്തതിൽ അദ്ദേഹത്തിന്റെ ഇരങ്കുടലിന് ക്യാൻസർ ഇല്ല. അതാ കുടലിന്റെ ഉള്ളിൽ ചെറിയൊരു ഉണര് പൊട്ടിയ പോലെ ഒരു ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കുടലിന് ക്യാൻസർ ഇല്ല. ആദ്യം ക്യാൻസർ വിധി പറഞ്ഞ അതാ ബേബിയില് ഉയർന്ന ഡോക്ടർ തന്നെയാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചികിത്സയാണ് ചെയ്തത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. AP ഉസ്താദ് കാന്തപുരത്തെയും ഉള്ളാൾ തങ്ങളെയും സമീപിച്ചു. അവരുടെ ദുആയും അവരുടെ പ്രാർത്ഥനയുമാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ ഡോക്ടർ പറയുന്നു, കാന്തപുരത്തെ എനിക്കറിയാം. കാന്തപുരത്ത് അറിയാത്തവരില്ല, അറിയാത്തവർ ലോകത്ത് ഏറ്റവും വലിയ മണ്ടനുമാണ്. അങ്ങനെയാണ് സംഭവമുള്ളത് സഹോദരന്മാരെ. എല്ലാവർക്കും അറിയാം മനുഷ്യനെ. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. കാന്തപുരത്തെ എനിക്കറിയാം. ബേബിയിലെ ഡോക്ടർ പറയാം, അവർക്കൊക്കെ അവിടെ അറിയും. ഹൃദയ ഹാർട്ട് പരിശോധനയ്ക്ക് വേണ്ടി ഞാൻ ബേബിയിൽ പോയി. അവിടെ അങ്ങനെ ഏക്കറ്റ് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏക്കറ്റാണ്. ഞങ്ങളാണ് പറയും ഒന്നും പിടുത്തം കിട്ടാതിരിക്കുക, ഏക്കറ്റ് ഇരിക്കാറ്. ഞാനങ്ങനെ എന്ത് ചാലിയ മുദ്രിസ് അവിടെ ബേബി ഹോസ്പിറ്റലിൽ അവിടെ ഇരുന്നാൽ മതി. അതൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മളെ കുട്ടികളുടെ പോയിട്ട് ഞാൻ മുദ്രിസാന്ന് തന്നെ നിങ്ങൾ ഇരുന്നോളി എന്നറിയാം. ആ വലിയ സ്ഥാപനങ്ങളും ചെന്നാൽ അവരങ്ങ് നമ്മളെ പരിഗണിക്കാൻ പറ്റൂല. ഞാനവിടെ അങ്ങനെ ഇരിക്കുകയാണ്. വിളിക്കുമ്പോ വിളിക്കും, പടച്ചോനെ ദർസുണ്ട്, സബുക്കുണ്ട്, ഇതൊക്കെ ചിന്തയുണ്ട്. ഇതിങ്ങനെ ഇരിക്കുമ്പോ കണ്ട് അൽഹംദുലില്ലാ AP ഉസ്താദ് കയറി വരുന്നു ബേബി ഹോസ്പിറ്റലിലേക്ക്. അതിന്റെ ബേബിയുടെ മുതലാളിയും അതിന്റെ ഉടമയും മുന്നിലുണ്ട്. ഉസ്താദ് അങ്ങനെയാണ് പോയി. എന്റെ അടുത്തെത്തിയപ്പോ ഞാൻ അസ്സലാമു അലൈക്കും കൈമുത്തി. എന്താ അവിടെ? എനിക്ക് നെഞ്ചിനൊരു വേദന, എന്താ ഹാർട്ടിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു, പരിശോധിക്കാൻ വന്നാണ്. ഒരു എക്കോ ടെസ്റ്റോ എന്താണ് പറയാന് പേരുണ്ട്, അതിന് വന്നാണ്. ഉസ്താദ് പറഞ്ഞു നിങ്ങൾക്ക് അതൊന്നും ഇല്ല. ഉസ്താദ് അങ്ങോട്ട് പോയി. അപ്പൊ ഉസ്താദ് അവിടെ ജലം ശുദ്ധി ചെയ്യുന്ന ഒരു സംവിധാനം ഇപ്പൊ മർക്കസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയ കുട്ടി സൗകര്യം തന്നെ ഉള്ളൂ. എവിടെയുണ്ട്? ഈ ബേബിയിലുണ്ട്. അന്ന് മർക്കസിൽ അത് ഉണ്ടാക്കിയിട്ടില്ല. അതിന്റെ രൂപങ്ങളൊക്കെ അറിയാൻ ഇതിന്റെ ഉടമയുമായി കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാ. ഇവര് ഓഫീസർമാരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ അങ്ങനെയാണ് നടന്നുപോയി. ഉസ്താദ് അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു വരുന്നു. എന്റെ കൈ പിടിച്ചു. നിങ്ങളുടെ ഡോക്ടർ ആരാന്ന് ചോദിച്ചു. എനിക്ക് ഡോക്ടറെ പേരൊന്നും അറിയില്ല. ഉസ്താദിനല്ലേ ഹോസ്പിറ്റലിന്റെ സ്വഭാവക്കാരുള്ളൂ, എനിക്ക് അങ്ങനെ നിയമങ്ങളൊന്നും അറിയില്ല. എനിക്കറിയില്ല ഉസ്താദെ, ഹാർട്ടിന്റെ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന്. എന്നാ സാറില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. ഉസ്താദ് പോയി ചെയ്തു. സഹോദരന്മാരെ, വരിക്ക് വരി ആളുകൾ ഇരിക്കുന്നു. അതാ ഒരു 2 മിനിറ്റ് കഴിയുമ്പോ മുഹമ്മദ് ഹസനി ഇവിടെ വിളിക്കുന്നു. ചെന്ന് ടെസ്റ്റ് കൊടുത്ത് വിവരങ്ങൾ കിട്ടി പോകുന്നു. ഉസ്താദിന്റെ സ്വാധീനമാണത്. എല്ലാവർക്കും അറിയും. ബേബിയും എല്ലാ ഏത് ലോകത്തും ഉസ്താദിനെ അറിയും.
അബൂദാബിയിലെ ഒരു വലിയ അറബിയുടെ അരികിൽ അയാൾ ലക്ഷങ്ങൾ ദീനിന് കൊടുക്കുന്ന ആളാണ്. സുന്നി സെന്ററിന്റെ പിരിവിന് പോയപ്പോ ഞാൻ പോയി ഉസ്താദിന്റെ എഴുത്തുമായി കൊടുത്തു. ഷെയ്ഖ് അബൂബക്കർ റജ്ജാൽ മുംതാസ്. ഷെയ്ഖ് അബൂബക്കർ എനിക്ക് പരിചയമുണ്ട്, നല്ല മനുഷ്യനാണ്, എനിക്ക് പരിചയമുണ്ടെന്നാണ്ട് ആദ്യം 100 റിയാൽ എന്ന അറബി, 500 റിയാൽ എന്ന ഈ എഴുത്ത് കാണിച്ചു. എനിക്കല്ല, എന്റെ സുന്നി സെന്റർ. ഉസ്താദിന്റെ പേരിൽ ഈ പേരറിയാത്തവരില്ല. നഷ്ടപ്പെട്ടവരെ ശ്രദ്ധിക്കുക. ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റിയ ഒരു മാർഗമാണ് അവിടുത്തെ മുഖവും അവിടുത്തെ റൂട്ടും അവിടുത്തെ സ്നേഹവും. വെറുത്താൽ അപകടമാണ്. നമുക്ക് അവർക്ക് വലിയ നഷ്ടമൊന്നുമില്ല. കാന്തപുരത്ത് എനിക്ക് പരിചയമുണ്ട്. ഉള്ളാൾ തങ്ങൾ എന്ന് പറഞ്ഞ ആളെ എനിക്കറിയില്ല. ഈ ഡോക്ടർ പറയുന്നു, അദ്ദേഹത്തിന്റെ അഡ്രസ് ഒന്ന് തരുമോ? ഈ സഹോദരന്റെ കയ്യിൽ നിന്ന് അഡ്രസ് എഴുതി വാങ്ങുന്നു. ഈ ബേബി ഹോസ്പിറ്റലിലെ ഈ സെഷനിലെ ഉയർന്ന ഡോക്ടർ. എന്തിനാ ഡോക്ടർ അഡ്രസ് വാങ്ങുന്നത്? പരിപാടി കൊണ്ടാനാ? ഉള്ളാൾ തങ്ങൾ ആ മുസ്ലിമായ സഹോദരൻ ഒരു നാട്ടിലൊരു ദ്വാ സമ്മേളനം അതിനുണ്ടാകാനാണോ? അല്ല, അയാൾക്ക് താങ്ങാത്ത പെട്ടങ്ങള് ഇവിടെ താങ്ങിയത് കണ്ടപ്പോൾ എനിക്കും ഇതേപോലെ മാറാത്ത കുറെ പറയേണ്ട. അതിവിടെ പോണം എന്നുള്ള ആൾക്കാർ എത്ര മുസ്ലിങ്ങളാ ഉള്ളാത്ത പാപ്പന്റെ അടുത്ത് വരുന്നത്. അതിനൊക്കെ പ്രായമായി ചെന്നൊന്ന് ദ്വാ ചെയ്യിപ്പിച്ചോ സഹോദര. വിജയമാണ്. വെറുപ്പ് വെച്ചാൽ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും അവിടെ തരികിൽ ചെന്നിട്ട് പൊരുത്തപ്പെടുകയും ചെയ്തില്ലെങ്കിൽ ഈമാനം തട്ടിപ്പോകും. അത് അപകടമാണ്. അപ്പോ ഡോക്ടർ ഇത് പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഇദ്ദേഹത്തിന്റെ രോഗമില്ല, ക്യാൻസർ ഇല്ല. അയാൾ രണ്ടാമത് ഗൾഫിലേക്ക് തിരിച്ചുപോയി. 2 വർഷത്തോളം ജോലി ചെയ്തതിന് ശേഷം വയറിന് വേദന വീണ്ടും വന്നു. അദ്ദേഹം എന്നോട് പറയുന്നു, വയറിന് വേദന വന്നു, ഒരു പരിഹാരവുമില്ല. ഒരാള് പറഞ്ഞു, നിങ്ങള് ഒരു 19 ദിവസം ബിസ്മി കൊണ്ടുള്ള ഒരു ദിക്ർ പറഞ്ഞു കൊടുത്തു. അതെങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. അയാൾ അത് ചൊല്ലാൻ വേണ്ടി അറബിയോട് സമ്മതം ചോദിച്ചു. മദീനയിൽ പോയി ചെല്ലണം. അറബി പറഞ്ഞു, പോയിക്കോ, എന്റെ രോഗല്ലേ. 19 ദിവസം മദീനയിൽ നിന്നു. മദീനയിൽ അദ്ദേഹം 19 ദിവസം നിൽക്കുമ്പോൾ പല അനുഭവങ്ങളും ഉണ്ടായതായി അവരെന്നോട് പറഞ്ഞു. അക്കൂട്ടത്തിൽ പറഞ്ഞു, എനിക്ക് റസൂലുള്ളാഹി തങ്ങൾ അതാ മദീനയിൽ നിന്ന് കാണിച്ചു തരുന്നു. മർകദ് സഖാഫത്ത് സുന്നിയ എന്ന കോളേജ്, അതിൽ സ്വഹീഹുൽ ബുഖാരി. സഹോദരന്മാരെ, 700ഓളം പണ്ഡിതന്മാർക്ക് ലോകപ്രസിദ്ധ ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരി AP ഉസ്താദ് ക്ലാസ് എടുക്കുന്നത് എനിക്ക് റസൂലുള്ളാഹി കാണിച്ചു തന്നു. എന്നിട്ട് പറയുന്നു, നീ അവിടെ പോയിട്ട് ദുആ ചെയ്യിപ്പിക്കുക. അദ്ദേഹം എന്നിട്ട് വന്നതാ നാട്ടിൽ. എന്നിട്ട് ആ സഹീഹുൽ ബുഖാരിയുടെ ക്ലാസ്സിൽ പോയി ദുആ ചെയ്യിപ്പിച്ചിട്ട് ചാലിയത്ത് വന്ന് അദ്ദേഹം ഞങ്ങളുടെ സദസ്സിൽ നിന്ന് ദുആ ചെയ്യിപ്പിച്ചു. എന്നിട്ട് എന്നോട് സീക്രട്ടായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് റൂമിൽ വെച്ച് പറഞ്ഞതാ. ഇങ്ങനെ പരസ്യമായി പറയുന്ന ആൾക്ക് പൊരുത്തുണ്ടോ എനിക്കറിയില്ല. അയാളെ പേരിപ്പോ വിടാൻ പറയില്ല. വേണമെങ്കിൽ ഞാൻ അയാളെ നിങ്ങളെ കൊണ്ടയാക്കിയിട്ട് എന്റെ സംശയമുള്ളവർ. അല്ലാഹുവിന്റെ റസൂലിനോട് സങ്കടം പറയുന്നവർക്ക് പരിഹാരമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നബി തങ്ങൾ പരിഹാരമുള്ളവരിലേക്ക് എത്തിച്ചു തരും. എത്ര സംഭവങ്ങൾ, എത്രയോ സംഭവങ്ങൾ അങ്ങനെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസങ്ങൾ തീർത്തുകൊടുത്തത്, ബുദ്ധിമുട്ടുകൾ അകറ്റിക്കൊടുത്തത്, സാമ്പത്തികമായി ഞെരുങ്ങുന്നതായ സഹോദരൻ രാജാവിനരികിൽ ചെന്ന്